തൃശ്ശൂർ ഹോളി ഫാമിലി സ്കൂളിലെ ഒപ്പന ടീമാണ് നമ്മുടെ കൂടെയുള്ളത്. ഹലോ, ക്ഷീണായോ എല്ലാവർക്കും? ഉഷാറാണല്ലേ? ഇതാ നമ്മൾ കുറേ നേരമായി ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുകയായിരിക്കും. ഇനിയും ടൈം ആയിട്ടില്ല, ഇനിയും ഒരുപാട് നേരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റേജിൽ കയറാനായിട്ട്. വിശപ്പൊക്കെ ഉണ്ടോ? ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? അതും ചെറുതായിട്ട്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റേജിൽ കയറി ഉഷാറായിട്ട് പെർഫോം ചെയ്യണം അല്ലേ? എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞാലോ? തംന, ആഗ്ദലി, അയന, ഫായിസ, ഹൻഫ, ഷഹസീന, ശ്രീനന്ദ, ഫർഹാന, ആൻലിൻ, റിസ്വാന. അപ്പം എല്ലാവരും നല്ല ഉഷാറായിട്ട് കളിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടോ? ചെറുതായിട്ട് ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഒരു എക്സ്ട്രാ ക്ഷീണുണ്ടായിരിക്കില്ലേ? മേക്കപ്പ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. കുറെ നേരമായോ മേക്കപ്പ് ചെയ്തിട്ട്? കുറച്ച് നേരമായിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു ടൈം ലാഗ് ആവുന്ന കണ്ടപ്പോൾ വെയിറ്റ് ചെയ്തു അല്ലേ? തുടങ്ങാറാവുമ്പോൾ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് പതുക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും നല്ല ഉഷാറല്ലേ? കളിക്കാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ? ഒരുപാട് പേരുണ്ട് ഒപ്പനയ്ക്ക് പെർഫോം ചെയ്യാനായിട്ട്. ഒരുപാട് ടീം എത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ഒരുപാട് പേര് അവിടെ കളിക്കുന്നത് കാണുമ്പോൾ ഒക്കെ ചെറുതായിട്ട് അതും കുറച്ചാണ്. എല്ലാം കുറച്ചുണ്ട്. കുറച്ച് വിശപ്പുണ്ട്, കുറച്ച് ഉറക്കമുണ്ട്, കുറച്ച് ടെൻഷൻ ഉണ്ട്. എല്ലാം കൂടെ അങ്ങനെ മിക്സ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പനയുടെ ചെറിയൊരു ഭാഗം ഞങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ ആടിക്കളിക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്നും ഇങ്ങനെ അധികം അനങ്ങാതെ ഒന്ന് കാണിച്ചു തരാം. ഉണ്ടേ ഹുലലുകൾ നലവാലെ കസരതിൽ നീളെ ഹരിരതും മുത്തുപതിഞ്ഞ സ്വർണ്ണത്തിൽ കണ്ണഞ്ചി കുടലരൻ ശിവറുമേ അനവധി കാതിൽ ഒലമണിമാല പൊന്നിൻ കൊലുസുകൾ ഈ മൊഞ്ചത്തിമാരുടെ ഡാൻസ് കണ്ടാൽ പറയൂ സമയം 10 മണിയാണെന്ന്. അത്രയും എനർജറ്റിക് ആയിട്ട് ഉഷാറായിട്ടാണ് എല്ലാവരും കളിച്ചത്. ഇതിനേക്കാൾ എനർജറ്റിക് ആയിട്ടാണ് ഇനി നമ്മൾ സ്റ്റേജിൽ കയറാൻ പോകുന്നത്. സമയമൊന്നും നമുക്ക് ബാധിക്കില്ല അല്ലേ? നമ്മൾ എപ്പോഴും ഉഷാറാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഉഷാറായിട്ട് കളിക്കണം. പ്രൈസ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതൊന്നുമല്ല, നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഹോളി ഫാമിലി ഗേൾസിന്റെ കട്ട സപ്പോർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ്, പാരന്റ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. സിസ്റ്റർ HM ആണ്, ഗ്ലോറി സിസ്റ്റർ അല്ലേ? അതെ, സിസ്റ്റർ ഗ്ലോറി പ്രധാനാധ്യാപികയാണ്. കുട്ടികൾ എങ്ങനെയുണ്ട് ഒപ്പന കളിക്കുന്നത് കണ്ടോ? ഒരു നന്നായി ചെയ്യുന്നുണ്ട്, സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ കലോത്സവം എന്ന് പറയുമ്പോൾ സ്കൂളിൽ നിന്ന് ഒരുപാട് മത്സരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. പലതിൻ്റെയും മത്സരം കഴിഞ്ഞു, പലതും വരാനിരിക്കുന്നുണ്ട്. പലതിനും നല്ല റിസൾട്ടും വന്നിട്ടുണ്ട്. എന്താണ് HM എന്നുള്ള രീതിയിൽ സിസ്റ്റർക്ക് തോന്നണേ? ഇല്ലെങ്കിൽ താല്പര്യത്തോടു കൂടി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. പേരൻസിൻ്റെ നല്ല സപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ കട്ട സപ്പോർട്ട് നമ്മുടെ ടീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ രാത്രി ഒരുപാട് വൈകി, എന്നിട്ടും നമ്മളിങ്ങനെ ഉഷാറായിട്ട് നിൽക്കുകയാണല്ലേ? 3 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു, ഡിലേ വന്നിട്ടുണ്ട്. എങ്കിലും കുട്ടികളും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതിനേക്കാൾ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. സിസ്റ്ററുടെ പേരെന്താ? സിസ്റ്റർ പ്രഭാമരിയ. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികൾ? ഉഷാറല്ലേ? രാത്രിയായിട്ടും ഇത്രയും വൈകിട്ടും മേക്കപ്പിലൊക്കെ അവരിങ്ങനെ ഉഷാറായി നിൽക്കുന്ന കാണുമ്പോൾ സിസ്റ്റർക്ക് എന്താ തോന്നണേ? നല്ല സന്തോഷം തോന്നുന്നു. മഞ്ജുഷ ടീച്ചർ കുട്ടികളുടെ കൂടെ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് പല മത്സരങ്ങൾക്കും വരുന്നുണ്ടായിരിക്കും അല്ലേ? എത്ര ഐറ്റംസ് നമ്മുടെ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്? കുറേ ഐറ്റംസ് ഉണ്ടോ? കുറേ ഐറ്റംസ് ഉണ്ട്. സബ് ജില്ലയിൽ ജയിച്ചിട്ടുള്ള ഫസ്റ്റ് കിട്ടിയ എല്ലാ ഐറ്റമും നമ്മൾ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം റവന്യൂ ഉണ്ട്. എല്ലാവരുടെയും മത്സരങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, പോകുന്നുണ്ട്, നന്നായി പോകുന്നുണ്ട്. പേരെന്താ? റോസ്ലീൻ. നമ്മുടെ കുട്ടികളുടെ പാരന്റ് എന്നുള്ള രീതിയിൽ വന്നതാണ്. ഈ ഒരു രാത്രി ഏറെ വൈകി ഈ ഒരു സമയത്ത് നിൽക്കുമ്പോൾ വരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതില്ലേ, നമ്മുടെ മക്കളെ ഇത്രയും നന്നായി കഷ്ടപ്പെട്ട് പഠിക്കുന്നത് അല്ല, ഇത് ചെയ്യുമ്പോൾ നമുക്ക് നിൽക്കണതുകൊണ്ട് യാതൊരു വക വിരോധവും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും റിസൾട്ടൊക്കെ വന്നിട്ടേ പോവുള്ളൂ. എന്തായാലും ഇരുന്നു, അപ്പോൾ ഇനി മുഴുവൻ കഴിഞ്ഞിട്ട് പോവാന്നുള്ള രീതിയാണോ? അതെ, തീർച്ചയായിട്ടും അത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ വീണ്ടും കുറച്ച് പാരൻസും കൂടെ ഉണ്ട്. പേരെന്താ? സെലീന. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ ഒപ്പനയൊക്കെ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക്, എൻ്റെ മകൻ്റെ മകളാണ്, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് രാത്രി സമയത്തൊക്കെ വന്ന് കാണണതും കൂടണതും. കൊച്ചുമോൾ സന്തോഷം. കൊച്ചുമോൾ കളിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം കൊണ്ടാണ് രാത്രി വൈകിയാലും ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നത് അല്ലേ? അതെ, വളരെ ഉഷാറായിട്ട് തന്നെ നിൽക്കണത്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മുഴുവൻ മത്സരം കണ്ടിട്ടേ പോവുള്ളൂ. നമ്മൾ ഫുൾ ടൈം ഇവിടെ കുട്ടികളുടെ കൂടെ ഉണ്ടാവാന്നുള്ള തീരുമാനം എടുത്തിട്ട് വന്നതാണല്ലേ? അറിയില്ല എങ്ങനെയാന്ന് പോണത്, എപ്പോഴാന്ന് അറിയില്ല. വന്നു, സന്തോഷമായി. ഇപ്പൊ നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. അവർ നന്നായിട്ട് ഒപ്പന കളിക്കണ്ടോ? നന്നായി കളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.
രാത്രി ഒരുപാട് വൈകിയല്ലോ അപ്പൊ അതിന്റെ ക്ഷീണമൊക്കെ ഉണ്ടോ കുട്ടികൾക്ക്? അത് ചെറുതായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു നല്ല എനർജിക്കാണ്, കുഴപ്പമില്ല. കുട്ടികൾ എനർജറ്റിക്കാ, പാരന്റ്സോ? പാരൻസും അതിനോട് നിൽക്കണമല്ലോ. അപ്പൊ കുട്ടികൾ ഇത്രയും എനർജറ്റിക് ആവുമ്പോ പിന്നെ പാരന്റ്സിന് അതല്ലാതെ വഴിയില്ലല്ലോ, അല്ലേ സിസ്റ്ററെ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ ഒരു 10 മണിയാണ് എന്നുള്ളതൊക്കെ മറന്നിട്ട് എത്ര നേരം ആവുന്നു അത്രയും നേരം ഉഷാറായിട്ടിരിക്കാനുള്ള പ്ലാനിലിരിക്കുകയാണ്, അല്ലേ മക്കളെ? അപ്പൊ എന്തായാലും ഇനി സ്റ്റേജിൽ കയറണം എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നമ്മൾ ഉഷാറായിട്ട് ഇരിക്കുകയാണ്. അടിച്ചു പൊളിച്ച് കളിച്ചിട്ട് തിരിച്ചു വരണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ രാത്രി ഇത്രയും നേരം വൈകിട്ട് ഉഷാറായിരിക്കുന്ന ഈ ടീമിന്റെ പേരെന്താ?